രാത്രി എല്ലാ ദിവസവും ഗീതാ പ്രഭാകരനെ സ്വപ്നം കണ്ട് പേടിച്ച് കിടന്നുറങ്ങുന്ന ആളാണ്. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ജോർജ് കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കും അറിയില്ല. ചോദിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. നമുക്കിങ്ങനെ കാണുമ്പോൾ ലാലേട്ടനൊന്നും ചെയ്യില്ല എന്ന് പോലെ തോന്നും. പക്ഷെ മോണിറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ ഇടയിൽ എപ്പോൾ ഇതൊക്കെ ചെയ്തു. 13 വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് നമ്മുടെ നഗരങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ടൊരു പോസ്റ്റർ വന്നു. പച്ചില ചാർത്തിനിടയിലൂടെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം ആ പോസ്റ്ററിലൂടെ പ്രേക്ഷകർ നോക്കി. അന്ന് ജോർജ് കുട്ടി എന്ന ഫാമിലി മാനെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറിയ പ്രേക്ഷകരെല്ലാവരും കിളി പറന്നിട്ടാണ് അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ജോർജ് കുട്ടി ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. അയാൾ അങ്ങനത്തെ ഒരാളാണ്. ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആൻ്റണി എന്നോട് വന്ന് പറഞ്ഞു, പിന്നെ ജിത്തു അങ്ങനെ എന്നോട് വന്ന ഒരു കഥ പറഞ്ഞു. അപ്പം അത് വളരെ എന്താ പറയേണ്ട, ഈ പറഞ്ഞതെല്ലാം അതിലുണ്ട്. അപ്പം അതൊരു വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. 6ാം തമ്പുരാനോട്. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ